ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ കാലമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാനൊരു കാരണമുണ്ട്. ഇന്നിപ്പം നമ്മളെ മലബാറിലെ അവസാനത്തെ ഉത്സവമാണ് കളിയാട്ട മഹോത്സവം. അപ്പം ഞാനും അമ്മ അനിയത്തിയും പോവാണ്. ഇങ്ങനെ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ മഴയത്ത് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ മഴയത്ത് ആദ്യമായിട്ടാണ് കളിയാട്ടം. ഇതിന് മുന്നൊക്കെ ഉച്ച തിരിഞ്ഞിട്ടാണ് മഴയൊക്കെ ഉണ്ടാവല്. അപ്പം മഴയത്ത് ഞങ്ങൾ വൈബടിച്ച് പോവാം. അപ്പോൾ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഇന്നലെ കലാശക്കൂട്ട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് ഏകദേശം കഴിയാൻ 10-12 സമയം എടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി. അപ്പോൾ ലേറ്റായി പോവാൻ. ഇനിയിപ്പോൾ മഴ ആയതുകൊണ്ട് എങ്ങനെ തിരക്കും കാര്യമൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. മലപ്പുറം മൂന്നൂർ കലയാട്ടമുക്കിലെ കലയാട്ടക്കാവ് അമ്പലത്തിലാണ് പരിപാടി നടക്കുന്നത്. ഓൾറെഡി നമ്മൾ എത്തിയപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. നേരത്തെ എത്തിയില്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് ശരിക്കും നിൽക്കാൻ പോലുള്ള സ്ഥലം ഉണ്ടാവില്ല, അത്രയ്ക്ക് തിരക്കാണ്. നമ്മളിവിടെ എത്തിയപ്പോൾ ജനസാഗരമാണ് കേട്ടോ. 2-3 ദിവസത്തെ മഴ കണ്ടപ്പോൾ തിരക്ക് കുറവാകും എന്നാണ് വിചാരിച്ചത്. 2-3 ദിവസം നല്ല മഴയാണെന്നുണ്ടെങ്കിലും ഇന്ന് മഴ പെയ്തില്ലായിരുന്നു കേട്ടോ. അതങ്ങനെയാണ്. അമ്പലത്തിലെ കോഴിക്കുണ്ടി കഴിഞ്ഞ് ഉച്ച തിരിഞ്ഞിട്ടാണ് മഴ പെയ്യുക. അതെല്ലാ കൊല്ലവും അങ്ങനെ തന്നെയാണ്. ഇപ്രാവശ്യം അതിൽ വലിയ മാറ്റമൊന്നും വന്നില്ല. ഇത് കോഴിക്കളിയാട്ടം എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. മെയ് മാസത്തിൽ അവസാന വെള്ളിയാഴ്ചയാണ് ഉത്സവം ഉണ്ടാവുക. ഇതോട് കൂടിയിട്ട് മലബാറിലെ ഒട്ടുമിക്ക എല്ലാ ഉത്സവങ്ങളും തീരും. നമുക്കിതിവിടെ വലിയ പരിപാടിയാണ് കേട്ടോ. ഓരോ ദേശത്തു നിന്നും ഇങ്ങനെ കുരുത്തോല കൊണ്ട് കുതിരകളൊക്കെ കെട്ടി കൊട്ടും പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ആടിത്തിമിർത്തങ്ങൾ കാണുന്നില്ല. അതുപോലെ തന്നെ അങ്ങനെയാണ് നമ്മൾ ദേവീനെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലണത്. വെള്ളിയാഴ്ച പള്ളി പിരിഞ്ഞിട്ടാണ് മിക്ക കുതിരകളും കാവ് തീണ്ട. പറയാൻ നിന്നാൽ വലിയൊരു സ്റ്റോറി തന്നെ ഉണ്ട് കേട്ടോ പറയാൻ. അമ്മേ എന്തൊരു വലിപ്പാ നോക്കണേ. പിന്നെ അത് വലിയൊരു കാർഷിക മേള കൂടെയാണ് കേട്ടോ. പണ്ടുള്ളവർ പറയണ പോലെ തന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ കിട്ടും. അമ്മേനെയും അച്ഛനും ഒഴിച്ച് ബാക്കി എല്ലാം കിട്ടും. തലപ്പാറ തൊട്ടിട്ട് അമ്പലത്തിൻ്റെ അവിടെ വരെ, ഇവിടെ നിന്ന് ഇനിയും പോവാണ്ട് കേട്ടോ അമ്പലത്തേക്ക്. അവിടെ വരെ കച്ചവടക്കാരുണ്ടാവും. അത്രയും ദൂരം ഒരുപാട് സാധനങ്ങളുണ്ടാവും. കപ്പയും അതുപോലെ കുറേ വിത്തുകൾ, ചെടികൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ. ഏത് അമ്മക്കൊരേ വഴിയണ്ട. ഇപ്രാവശ്യം നമ്മൾ കാവിലേക്ക് പോയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അമ്പലത്തിലെ കുറേ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഒരൊറ്റ നല്ല ഷോട്ട് പോലും എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത് അത്രയ്ക്ക് തിരക്കാണ്. പിന്നെ എടുക്കാൻ മറന്നു പോകും, അതാണ് മെയിനായിട്ട്. എങ്ങനെ മറക്കാതിരിക്കുക, അത്രയ്ക്ക് അടിപൊളിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വഴിപടിച്ചാൽ ചില്ലായി നിൽക്കുക എന്നല്ലാതെ വീഡിയോ എടുക്കാനുള്ളൊരു ഇതൊന്നും അപ്പം നമുക്ക് ഉണ്ടാവില്ല. എത്ര ദിവസത്തെ കഷ്ടപ്പാടാവും ഈ ഒരൊറ്റ ദിവസത്തിന് വേണ്ടി കുതിരകളൊക്കെ കെട്ടി കൊണ്ടുപോയിട്ട് അമ്പലത്തിൽ പോയിട്ട് തള്ളി പൊളിക്കും. അതൊരു ആചാരമാണ്. പണ്ട് കാവൽ വെച്ച് കാണാം, അല്ലെങ്കിൽ കാവൽ വെച്ച് തീർക്കാന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടായിരുന്നേ. ഇതിപ്പോൾ എന്തിനാ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ തെറ്റും കുറ്റമൊക്കെ പറഞ്ഞ് തള്ളി തീർക്കുന്ന സ്ഥലമാണ് കളിയാട്ടക്കാവ്. നല്ല അടിയുണ്ടാവും. അതുകൊണ്ട് വരണവരൊക്കെ അപ്പനെ സൂക്ഷിക്കുക. അതുകൊണ്ട് ഇത് ഇങ്ങനെയൊക്കെ കാണുന്നേക്കാളും നല്ലത് നേരിട്ട് കാണണം. അതുകൊണ്ട് ഇപ്രാവശ്യം വരാത്തവരൊക്കെ എന്തായാലും അടുത്ത പ്രാവശ്യം വരിക. അപ്പോൾ ഇതൊക്കെയാണ് കളിയാട്ടക്കാവിലെ വിശേഷം. പരിപാടി കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് നൈറ്റാണ് കേട്ടോ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.